നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമ്മയും രണ്ട് പിഞ്ചു മക്കളും ഇന്ന് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവം, അതിദാരുണമായിട്ടുള്ള സംഭവം കേട്ടാണ് നമ്മൾ ഇന്ന് ഉണർന്നത്. ട്രെയിൻ തട്ടി മരിച്ച വീട്ടമ്മയെയും പെൺമക്കളെയും അതിവേഗം തിരിച്ചറിഞ്ഞതും CCTV കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പാറോലിക്കൽ 101 കവലയ്ക്ക് സമീപം വടകരയിൽ വീട്ടിൽ ഷൈനി, മക്കളായ അലീന, ഇവാന എന്നിവരാണ് മരിച്ചത്. മൃതദേഹം കണ്ടെത്തിയപ്പോൾ തന്നെ പ്രദേശത്തെ CCTVകളെല്ലാം പോലീസ് പരിശോധിച്ചു. ഇതിൽ നിന്ന് മരിച്ചവർ ആരെന്ന വ്യക്തമായ സൂചനകൾ പോലീസിന് കിട്ടി. കുടുംബ പ്രശ്നത്തെ തുടർന്നുള്ള ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. തൊടുപുഴ ചുങ്കം സ്വദേശിയായ ഭർത്താവിന്റെ പീഡനം സഹിക്കവയ്യാതെ ഷൈനിയും മക്കളും കുറച്ചുനാളായി സ്വന്തം വീട്ടിലായിരുന്നു താമസം. രാവിലെ പള്ളിയിലേക്ക് എന്ന് പറഞ്ഞാണ് മക്കളെയും കൊണ്ട് ഷൈനി വീട്ടിൽ നിന്നും ഇറങ്ങിയത്. പിന്നാലെയാണ് വീട്ടുകാർ ആത്മഹത്യയുടെ വിവരം അറിഞ്ഞത്. മരിച്ച അലീനയും ഇവാനയും തെളങ്കം ഹോളി ക്രോസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഷൈനിക്ക് 14 വയസ്സുള്ള എഡ്വിൻ എന്ന ഒരു മകൻ കൂടിയുണ്ട്. എഡ്വിൻ എറണാകുളത്ത് സ്പോർട്സ് സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ആ മകൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഏറ്റുമാനൂർ പോലീസ് സ്ഥലത്തെത്തി നടപടി സ്വീകരിച്ച ശേഷം മൃതദേഹങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വിവാഹമോചന കേസ് നടക്കുകയായിരുന്നു. ഷൈനിക്ക് ജോലിയില്ലായിരുന്നു. BSc നഴ്സിംഗ് പഠിച്ച ഷൈനിക്ക് ജോലി കിട്ടാത്തതും പ്രതിസന്ധിയായി മാറിയിരുന്നു. പാറോലിക്കൽ സ്വദേശിയായ ഷൈനി 43 വയസ്സ്, മക്കളായ അലീന 11 വയസ്സ്, ഇവാന 10 വയസ്സ് എന്നിവർ ഒരുമിച്ചാണ് ട്രെയിനിന് മുന്നിലേക്ക് എടുത്തു ചാടിയത് എന്നാണ് ഇടിച്ച ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് പറയുന്നത്. ഈ ട്രെയിൻ വരുന്ന സമയത്ത് എത്ര ഹോൺ അടിച്ചിട്ടും ഇവർ മാറിയില്ലെന്നും ലോക്കോ പൈലറ്റ് റെയിൽവേ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പുലർച്ചെ 5:30 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസിന് മുന്നിലേക്ക് ചാടിയാണ് ഇവർ ജീവനൊടുക്കിയത്. സംഭവത്തിന് ശേഷം ലോക്കോ പൈലറ്റ് റെയിൽവേ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. ട്രെയിൻ എത്തുന്ന സമയത്ത് 3 പേരും കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ട്രെയിനിന് റെയിൽവേ ട്രാക്കിൽ ഇരിക്കുകയായിരുന്നു എന്നാണ് ലോക്കോ പൈലറ്റ് പറഞ്ഞിട്ടുള്ളത്. പിന്നീടാണ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷിച്ചത്. ആ സമയത്ത് അത്തരത്തിലായതിനാൽ തിരിച്ചറിയാനായിരുന്നില്ല. വസ്ത്രവും ചെരുപ്പും കണ്ടിട്ടാണ് ഒരു സ്ത്രീയും 2 പെൺമക്കളുമാകാം ഇതെന്ന നിഗമനത്തിലെത്തിയത്. എന്നാൽ തുടർന്ന് നടത്തിയ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് സമീപവാസികളായ അമ്മയും മക്കളുമാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞത്. ഇവരുടെ ആത്മഹത്യയിൽ ഷൈനിയുടെ ഭർത്താവിന് നേരെ ആരോപണം ഉയർന്നിട്ടുണ്ട്. തൊടുപുഴ ചുങ്കം സ്വദേശിയായ ഭർത്താവ് നോബിയുമായി കുറച്ചു കാലങ്ങളായി അകന്നു കഴിയുകയായിരുന്നു ഷൈനിയും മക്കളും. ഇയാൾ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നതായി ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചു. ഷൈനിയും ഭർത്താവും തമ്മിൽ ായിരുന്നു. കോടതിയിൽ വിവാഹമോചന കേസ് നടക്കുന്നതിനിടയിലാണ് മരണം. ഇറാഖിൽ ജോലി ചെയ്യുകയാണ് നോബി എന്നാണ് സൂചന. രാവിലെ പള്ളിയിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് ഏറ്റുമാനൂരിലെ വീട്ടിൽ നിന്നും ഇവരിറങ്ങിയത്. അവരുടെ മകൻ എഡ്വിൻ കൊച്ചിയിലെ സ്പോർട്സ് സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഏറ്റുമാനൂർ പോലീസ് എത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി.